ാണ് ഏറെ കരുണയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിനെ പോലെ കേൾക്കുന്ന ആരുമില്ല, അവനെ പോലെ കാണുന്നവനുമില്ല. നമ്മളുടെ തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ് നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോൾ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ അടിമകളോട് ചോദിക്കുന്നുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ഒരടിമക്ക് അല്ലാഹു പോരെ? മനുഷ്യരോട് ഇത്രമേൽ കരുണ കാണിക്കുന്നവൻ വേറെ ആരുമില്ല. ഖുർആനിലെ 16 അധ്യായം സൂറത്തുൻ നഹ്ലിന്റെ 61-ാമത്തെ ആയത്തിലെ മനുഷ്യൻ അല്ലാഹുവിനോട് അങ്ങോട്ട് ചെയ്യുന്ന നന്ദികേടിനനുസരിച്ച് അവനെങ്ങാനും അവന്റെ റൂഹിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ മാ തറക അലൈഹ മിൻ ദാബ, ഒരൊറ്റ മൃഗത്തെ പോലും ഞാൻ അവിടെ ബാക്കി വെക്കില്ല. വലാകി യുഅഖിറുകും ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിതമായ അവധി വരെ, പരിധി വരെ നിങ്ങളെ ഞാൻ കാത്തുവെച്ചതാണ്. ഓരോരുത്തർക്കുമുള്ള സമയം വരെ അള്ളാഹു കാത്തുവെച്ചിട്ടുണ്ട്. ആ സമയം അവരിലൂടെ സംജാതമാകുമ്പോൾ ഒരു നിമിഷം പോലും അള്ളാഹു ബാക്കി വെക്കില്ല എന്ന്. അത്രമേൽ മനുഷ്യനോട് അബദ്ധങ്ങളെ തിരുത്താനുള്ള സമയം വരെ അല്ലാഹു തആല വെച്ചു കൊടുക്കാൻ. ഒരു തെറ്റ് ചെയ്ത് ആ തെറ്റ് ചെയ്തത് പുറത്തു തരണേ എന്ന് അല്ലാഹുവോട് ചോദിക്കുമ്പോൾ പുറത്തു തരിക മാത്രമല്ല, അവരത് ചെയ്തിട്ടേ ഇല്ല എന്നുള്ള രൂപത്തിൽ അതിനെ മാപ്പ് തന്ന് മാപ്പ് ചോദിച്ചതിനെ നന്മയിൽ ഉൾപ്പെടുത്തി കൂലി തരുന്നവനും അല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ആ കുഞ്ഞിനെ കണ്ടുകിട്ടിയതും മാതാവ് അവനെ വാരിപ്പിടർന്ന് മാറോട് ചേർത്ത് വെച്ചപ്പോ അള്ളാന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്, സഹാബ, ഈ കുഞ്ഞിനെ അതിന്റെ മാതാവ് അഗ്നിയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, ഒരിക്കലും ഇല്ല. എങ്കിൽ അതിനേക്കാൾ നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ നോക്ക്, അവൻ നമ്മളുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ സന്നദ്ധനാണ്. അവരോടൊന്ന് മനസ്സ് തുറന്ന് പറഞ്ഞാൽ മതി. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 186-ാമത്തെ ആയത്താണ് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. റസൂലേ, എന്നെക്കുറിച്ചെങ്ങാനും എൻ്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോൾ പറയിട്ടോ, അള്ളാഹു വളരെ അടുത്തുള്ളവനാണ്. അള്ളാഹ് വളരെ അടുത്തുള്ളവനാണ്. വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ ദുആഇന് ഞാൻ ഇജാബത്ത് നൽകാമെന്ന് അല്ലാഹു തആല സൂറത്ത് മുഅ്മിൻ അഥവാ സൂറത്ത് ആഫറിന്റെ 60-ാമത്തെ ആയത്തിൽ വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബിത പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഖുർആനിലെ സൂറത്ത് ഖാഫ് 50-ാമത്തെയും 16-ാമത്തെ ആയത്ത് വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും എനിക്കറിയാം. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ നാടിഞരമ്പുകളെക്കാളും ഞാൻ അവനോട് അടുത്തുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയലുണ്ട്, എൻ്റെ മനസ്സിലെ വലിയൊരു സങ്കടം കൊണ്ട് ഒരുപക്ഷെ നിങ്ങളോട് സംസാരിച്ചാൽ ഒരു മനുഷ്യനെന്ന രീതിയിൽ നമ്മുടെ ആ സംസാരം കേട്ടുതരും, വിഷമങ്ങളെ കേട്ടുതരും. പക്ഷെ മനുഷ്യനെ ഒരു തവണ മാത്രമേ അതിനെ കേൾക്കാനുള്ള മനസ്സുണ്ടാവുള്ളൂ. നാളെ രണ്ടാമതും അതേ വിഷയം ഞാൻ ആവർത്തിക്കുമ്പോൾ നമ്മളൊക്കെ പറയും, എന്താണ് ഇയാൾ ഇതന്നെയല്ലേ ഇപ്പൊ ഇന്നലെയും പറഞ്ഞേ. അടുത്ത ദിവസം വന്ന് അതേ വിഷയം പറഞ്ഞാൽ ഇയാൾക്കിതൊന്നും പറയാതെ വേറൊന്നും പറയാല്ലേ. 4-ാമത്തെ ദിവസം അത് തന്നെ പറയണമെങ്കിൽ നമ്മൾ ആ മനുഷ്യനിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള വഴി നമ്മൾ നോക്കും. അത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. പക്ഷെ അള്ളാഹ്ക്കിഷ്ടമാണ്, അള്ളാഹ്ക്കിഷ്ടമാണ്. എത്ര അവനോട് ആവർത്തിച്ച് പറയുന്നോ അള്ളാഹ്ക്കിഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇത്രയും അടിമകളോട് ഇഷ്ടമുള്ള അള്ളാഹ്, അവനോട് സ്നേഹമുള്ള അള്ളാഹ്, എന്നിട്ട് നമ്മൾ വിചാരിക്കും ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾക്കും അള്ളാഹു എനിക്ക് ഉത്തരം നൽകണില്ലല്ലോ. അള്ളാഹു ഉത്തരം നൽകാമെന്ന് ഗ്യാരണ്ടി പറയണു. ഇവിടെയാണ് മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അൽ അദ്ഇയ വതഅബ്ദാത് ബിമൻസിലത്തി സിലാഹ്, പ്രാർത്ഥനകളും അതുപോലെ കാവൽ ചേട്ടങ്ങളും എന്ന് പറയുന്നത് ഒരു ആയുധത്തിന്റെ സ്ഥാനത്താണ്. ലാ ബിഹാദിഹി ഫഖത്ത്, അതിന്റെ മൂർച്ച കൊണ്ട് മാത്രം കാര്യമില്ല. പ്രാർത്ഥന നല്ലൊരു ആയുധമാണ്, കാവൽ ചേട്ടങ്ങൾ നല്ല ആയുധങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ മൂർച്ച മാത്രമല്ല, അത് ഉപയോഗിക്കുന്നവന്റെ കയ്യിന്റെ കരുത്താണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നാണ്. അഥവാ പ്രാർത്ഥിക്കുന്ന നമ്മൾ അതിന് യോഗ്യരായി മാറുന്നുണ്ടോ, അള്ളാഹു ഉത്തരം നൽകും. നിങ്ങൾ നോക്ക്,
അള്ളാഹുവിന്റെ പ്രമാണങ്ങളുടെ മാനദണ്ഡത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മാനവരാശികളുടെ പ്രാർത്ഥനകൾ പലപ്പോഴും തള്ളപ്പെടുന്നത്? ഒന്നാമത്തെ വിഷയം അതിന്റെ ഇഖ്ലാസ് ഇല്ലായ്മയാണ്, ആത്മാർത്ഥതയില്ലായ്മയാണ്. എങ്ങനെയാണ് ഇഖ്ലാസ് ഒരു പ്രാർത്ഥനയിലൂടെ കടന്നു വരുന്നത്? രണ്ട് രീതിയിലാണ്. അള്ളാന്റെ ഖുർആൻ പറയാണ്, ഫദഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ആത്മാർത്ഥമായി നിഷ്കളങ്കമായി അള്ളാനോട് നിങ്ങൾ പ്രാർത്ഥിക്കണേ. അവനോട് മാത്രമായുള്ള പ്രാർത്ഥനകളാണ്, അള്ളാനോട് മാത്രമായുള്ള ദുആകളാണ്. നിഷ്കളങ്കമായ പ്രാർത്ഥന ഉണ്ടാവും അള്ളാനോട്. അതിലൊരു പടപ്പുകളെയും പ്രതീക്ഷിക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ജിന്നിലെ 20-ാമത്തെ ആയത്ത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ. റസൂൽ അവരോട് പറ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ, മറ്റാരെയും അവനോട് ഞാൻ പങ്കു ചേർക്കില്ല. ഇതാരുടെ പ്രഖ്യാപനമാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. മഹാരഥന്മാരായ ബദരീങ്ങള് വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ആയത്ത്, ഇദ് തസ്തഈസൂന റബ്ബക്കും അവരുടെ റബ്ബിനോട് അവർ ഇസ്തിആസ ചെയ്ത സന്ദർഭം, അവർ തേടി പഠിപ്പിച്ചത് അള്ളാഹുവിനോട് തേടാനായിരുന്നുവെങ്കിൽ. അതുകൊണ്ടാണ് പണ്ഡിത ലോകങ്ങളിൽ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫുതുഹുൽ ഗൈബ് എന്ന് പറയുന്ന കിതാബിലെ 136-ാമത്തെ പേജില് ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയ, ജീവിതത്തിന്റെ ഏത് സന്നിഗ്ധ ഘട്ടങ്ങൾ വന്നാലും ആവലാതിപ്പെടേണ്ടത്, ശക്കാവത്ത് പറയേണ്ടത് അള്ളാനോട് മാത്രമാണ്. ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും രോഗം തരുന്നവനും രോഗശമനം നൽകുന്നവനും അള്ളാഹു മാത്രമാണ്. ഫഅലൈക ബിൽ ഇസ്തിആസതി ഇലൈഹി, അള്ളാനോട് മാത്രമായി ഇസ്തിആസ ചെയ്യൽ നിനക്ക് നിർബന്ധമാണ്. അതല്ലെങ്കിലോ ഫദാലിക ഇശ്റാകും മിൻക ബിഹി, നിന്നിൽ നിന്ന് റബ്ബിനോടുള്ള ശിർക്കാണ് എന്ന് അദ്ദേഹം അവിടെ നിന്ന് പഠിപ്പിച്ചു തരുമ്പോ, പ്രിയമുള്ളവരെ, മനുഷ്യന്റെ മനസ്സുകൾ താളം തെറ്റുമ്പോ അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് തിരിയുന്നുവെങ്കിൽ ഒരൊറ്റ ആയത്ത് മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഖുർആനിലെ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിർ 19 മുതൽ 21 കൂടിയ ആയത്തുണ്ട്. അല്ലാഹു പറയാണ്, ലാ യസ്തവിൽ അഅമാ വൽ ബസീർ വലൽളുലുമാതു വലന്നൂർ വലൽളില്ലു വലൽഹറൂർ വമാ യസ്തവിൽ അഹ്യാഉ വലൽഅംവാത്. ലാ യസ്തവിൽ അഅമാ വൽ ബസീർ, കണ്ണ് കാണുന്നവനും കാണാത്തവനും സമമാവില്ല. വലൽളുലുമാതു വലന്നൂർ, ഇരുട്ടും വെളിച്ചവും സമമല്ല. വലൽളില്ലു വലൽഹറൂർ, വെയിലും തണലും എന്നുള്ളതും സമമല്ല. വമാ യസ്തവിൽ അഹ്യാഉ വലൽഅംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും സമമല്ല. ലോകത്ത് ആരെങ്കിലും പറയോ ഈ 4 കാര്യങ്ങൾ സമമാണ് എന്ന്? വെയിലും തണലും, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും, രാവും പകലും, അതുപോലെ തന്നെ ഇരുട്ടും വെളിച്ചവും, കണ്ണു കാണുന്നവനും കാണാത്തവനും സമമാണെന്ന് ലോകത്ത് ആരും പറയില്ല. എങ്കിൽ 4-ാമത്തെ ആയത്തിനെ കണ്ടിന്യൂ ചെയ്ത് അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നല്ലാഹ യുസ്മിഉ മയ്യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ കേൾപ്പിക്കുന്നുണ്ട്. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, നബിയേ, താങ്കൾക്ക് ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയില്ല റസൂലേ. ആയത്തിന്റെ തഫ്സീർ, വന്നബിയ്യു ലാ തുസ്മിഉൽ മൗതാ വഖുബ്ബിറ, റസൂലേ, താങ്കൾക്ക് മരിച്ചവരെ, ഖബറിൽ അകപ്പെട്ടവരെ കേൾപ്പിക്കാൻ കഴിയില്ല. ഏതുപോലെ രാവും പകലും സമമാകാത്ത പോലെ, ഇരുളും വെളിച്ചവും സമമാകാത്ത പോലെ, കണ്ണ് കാണുന്നവനും കാണാത്തവനും സമമാകാത്തതുപോലെ, വെയിലും തണലും സമമാകാത്തതുപോലെ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമാകാത്തതുപോലെ അല്ലാഹു കേൾപ്പിക്കും, അള്ളാഹുവിന്റെ പ്രവാചകൻ കേൾപ്പിക്കില്ല. ഇത്രയും മനോഹരമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുമ്പോ, പ്രിയമുള്ളവരെ, അള്ളാഹു ഉത്തരം നൽകണോ? ഇഖ്ലാസ് ഉണ്ടാവണം, അവനോട് മാത്രമായിരിക്കണമെന്നുള്ളതാണ്. ഇഖ്ലാസിന്റെ 2-ാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ചെറിയ ശിർക്ക് പോലും അഥവാ റിയാ, ലോകമാന്യത, ജനങ്ങൾ കാണണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള അവസ്ഥകൾ ഉണ്ടാവരുത്. എന്ന് പറഞ്ഞ എന്തെന്നറിയോ? ആളുകളെ കാണിക്കാനുള്ള പ്രാർത്ഥനകള്. ഇന്ന് നമ്മൾ ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട്, ഉംറയ്ക്ക് വേണ്ടി പോകുന്ന ആളുകളുണ്ട്. ദുആയിന് ഇജാബത്ത് കിട്ടുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് ആ സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും സമയങ്ങളിലും എത്തിപ്പെടാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് അറിയോ, നിങ്ങൾക്ക് അറഫ എന്ന് പറയുന്ന
അതിമനോഹരമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാനാകാശത്തിന് മുകളിൽ അർശിനും കുർസിക്കും മുകളിൽ ഉപവിഷ്ടനായ അല്ലാഹ് ഒന്നാനാകാശത്തിലേക്കെന്നല്ല അതിനും ഒരു പടി താഴെ ഇറങ്ങി നിൽക്കുന്ന അറഫയുടെ ദുൽഹജ്ജ് 9 അടിമകളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ അല്ലാഹു സന്നദ്ധനായി നിൽക്കുമ്പോ ആ സന്ദർഭത്തിലെ പ്രാർത്ഥനകൾ പോലും മൊബൈൽ ഫോണുകളിലൂടെ പകർത്തിയെടുത്ത് വീഡിയോ സ്റ്റാറ്റസുകളാക്കി ഇതൊക്കെ ജനങ്ങളെ കാണിക്കാനെന്നുള്ള മാനദണ്ഡത്തില് കടന്നു വരുന്നവരെ അപകടമാണ്. ആ ദുആകൾക്ക് ഇജാബത്തില്ല. ഉത്തരം കിട്ടുന്ന സമയമാകട്ടെ, ഉത്തരം കിട്ടുന്ന സ്ഥലമാകട്ടെ, യജമാനനായ റബ്ബ് അടിമകളിലേക്ക് അടുത്ത് നിൽക്കുന്ന സമയമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകില്ല. നിങ്ങൾക്കറിയോ, ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് കഅബാലയത്തിന് മുന്നിൽ വന്ന് അല്ലാഹുവിനോട് നെഞ്ചുപൊട്ടി പറയുന്നതിന് സ്റ്റാറ്റസുകളാക്കി, ഫോണിന്റെ സ്റ്റാറ്റസുകളാക്കി വെക്കുമ്പോ, റീൽസ് വീഡിയോകളായി ക്രമീകരിക്കുമ്പോ ആർക്ക് വേണ്ടിയിട്ടാണ് ദുആ നടത്താനുള്ളത്? അതുകൊണ്ട് പ്രകടനപരതകളുണ്ടോ? ആളുകളെ കാണിക്കാനുണ്ടോ? ലോകമാന്യതകളുടെ പ്രാർത്ഥനകളുണ്ടോ? അല്ലാഹു ഉത്തരം നൽകില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്, സ്ഥലത്തിന്റെ പ്രശ്നമില്ല, പ്രാർത്ഥനകളുടെ പ്രശ്നമില്ല, ദുആ ചെയ്യുന്നവന്റെ കരങ്ങളുടെ പ്രശ്നമാണ് എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് അല്ലാഹു അവന്റെ അടിമകൾക്ക് ഉത്തരം കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാത്തത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. എന്നെക്കുറിച്ച് എന്റെ അടിമ റസൂലെ താങ്കളോട് ചോദിക്കുമ്പോ പറയണേ, അല്ലാഹു വളരെ അടുത്തുള്ളവനാണ്. വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ ദുആഇന് ഞാൻ ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞ ഫൽ യസ്തജീബൂ ലീ, അവർ എനിക്ക് ഉത്തരം നൽകട്ടെ, എങ്കിൽ അവർ എനിക്ക് ഉത്തരം നൽകട്ടെ. അള്ളാന്റെ കൽപ്പനക്ക് നമ്മൾ ഉത്തരം നൽകണം. അതിന് നമുക്ക് മനസ്സുണ്ടോ? നമ്മൾ പലപ്പോഴും നമ്മുടെ വേദനകൾ അല്ലാഹുവിനോട് പറയും. അല്ലാഹു ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും നമ്മളുടെ ജീവിതങ്ങളിലൂടെ കടന്നു വരില്ല. വിഷമങ്ങളും വേദനകളും വരുമ്പോ മാത്രം അല്ലാഹ് എന്ന് വിളിക്കുന്ന സന്ദർഭങ്ങള്. മക്കയിലെ മുശ്രിക്കുകളുടെ നന്ദികേടിന്റെ സ്വഭാവം പറഞ്ഞപ്പോ അല്ലാഹു പറയുന്നുണ്ട്, കപ്പലിൽ കയറി പ്രയാസം ഉണ്ടാകുമ്പോ ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനോട് പറയും, കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കും. ആപത്തുണ്ടാകുമ്പോ അല്ലാഹുവിനെ വിളിക്കാം. പ്രിയമുള്ളവരെ, ഏത് സന്ദർഭങ്ങളിലും അല്ലാഹു പറഞ്ഞ പോലെ അവന്റെ കൽപ്പനകളെ അനുസരിക്കാൻ, അവന് വേണ്ടി ആരാധന ചെയ്യാൻ, ആ റബ്ബിനോട് നിങ്ങൾ കരങ്ങളെ നീട്ട്, അല്ലാഹു തആല ഉത്തരങ്ങൾ നൽകുമെന്നുള്ളതാണ്. മൂന്നാമത്തെ വിഷയം, പ്രിയമുള്ളവരെ, ഹറാമാണ് നമ്മൾ ഭക്ഷിക്കുന്നത് എങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല എന്നാണ്. ഹറാമാണ് ഭക്ഷിച്ചത് എങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അല്ലാഹു നല്ലതാണ്, നല്ലതല്ലാതെ റബ്ബ് ഒന്നുമേ സ്വീകരിക്കുകയില്ല. കുലൂ മിൻ ത്വയ്യിബാത്തി എന്നുള്ള ആയത്തുകൂടെ ഉദ്ധരിച്ചിട്ട് ഒരു കഥ പഠിപ്പിച്ചു തന്നു ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യാത്രക്കാരൻ അവന്റെ മുടി ജട പിടിച്ചിട്ടുണ്ട്. അത്രമേൽ യാത്ര ചെയ്ത് ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബി റബ്ബി റബ്ബി. അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫഅന്നാഹാ യുസ്തജാബു അലൈക്. അവന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടാനുള്ളത്? മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം വഉദിയ ബിൽ ഹറാം. ഭക്ഷണം ഹറാമാണ്, വസ്ത്രം ഹറാമാണ്, പാനീയം ഹറാമാണ്. വഉദിയ ബിൽ ഹറാം, അവൻ ഹറാമിലൂടെ ഊട്ടപ്പെട്ടവനാണ്. നിങ്ങൾ നോക്കൂ, ഒരു യാത്രക്കാരന്റെ പ്രാർത്ഥനകൾക്ക് ഇജാബത്തുണ്ട് എന്നാണ്. ഇത്രയൊക്കെ ശരീരം മുഷിഞ്ഞ് മുടികളെ ജട പിടിക്കുമാറ് ഇത്രയധികമൊക്കെ യാത്ര ചെയ്തിട്ട് പോലും റബ്ബി 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 എന്ന് റബ്ബിനോട് ദുആ ചെയ്തിട്ടും അല്ലാഹു ഉത്തരം നൽകാത്തതിനുള്ള കാരണം, കഴിച്ച ഭക്ഷണം ഹറാമാണ്, ധരിച്ച വസ്ത്രം ഹറാമാണ്, കുടിച്ച പാനീയങ്ങൾ ഹറാമാണ്. അവൻ ഹറാമിലൂടെ ഊട്ടപ്പെട്ടതായ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്.
പ്രിയമുള്ളവരെ, വേദനകൾ വരുമ്പോ റബ്ബിനോട് പറയുമ്പോ ആലോചിക്കണം, ഞാൻ ഹറാമാണോ ഹലാലാണോ എന്നുള്ളത്, കഴിച്ചതെന്ന്, ധരിച്ചതെന്ന്, കുടിച്ചതെന്ന്. പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കും, ഇത് ഹറാമാണ്, ഞാൻ പിന്നീട് ശരിയാവാം. അതിന്റെ ബേസ് പോലും ഹറാമിലൂടെ കൊണ്ടുവന്നവരെ അള്ളാഹു ഉത്തരം നമുക്ക് ഇജാബത്ത് നൽകുമോ? ഹറാമിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന മക്കളാണെങ്കിൽ നമുക്ക് നമ്മളുടെ മയ്യത്തിന്റെ ജനാദക്കരികിൽ നിന്ന് എന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണമെന്ന് അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു എന്ന് ജനാദക്ക് മുന്നിൽ പ്രിയപ്പെട്ട മക്കൾ ദുആ ചെയ്യുമ്പോ നമ്മളുടെ വിഷയത്തില് ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള മാനദണ്ഡങ്ങൾ വരെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിലേതെങ്കിലും രൂപത്തിലൂടെ ഹറാമുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഇന്നതൊന്നും ഒരു പ്രശ്നമില്ല. ആരെ വഞ്ചിച്ചാലും വേണ്ടില്ല, ആരെ ചൂഷണം ചെയ്താലും വേണ്ടില്ല. നൈമിഷികമായ ലോകത്തിനെ അടിച്ചു പൊളിക്കണമെന്ന് മാത്രം ചിന്തിക്കുന്നവർ, ഒരുപാട് ആളുകളെ വേദനിപ്പിക്കുന്നവർ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, ആ ഒരു ഹറാമുള്ളിലുണ്ടോ? ഏത് സന്നിഗ്ധ ഘട്ടങ്ങളിൽ ദുആകൾ വന്നാലും അല്ലാഹു തആല ഇജാബത്ത് നൽകില്ല, ഉത്തരം നൽകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഹറാമ് ഭക്ഷിക്കാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ജനങ്ങൾക്ക് കൊണ്ടുവന്ന ആപ്പിൾ പഴങ്ങളിൽ നിന്ന് ഒന്നെടുത്ത് കടിക്കുമ്പോ വാപ്പ അത് പിടിച്ചു വാങ്ങുമ്പോഴേക്ക് ഏതൊരു കുഞ്ഞും ചെയ്യുന്ന പോലെ മാറോട് ചേർത്ത് വെക്കുമ്പോ അവന്റെ വായിൽ നിന്ന് അതിനെ എടുത്തു മാറ്റുമ്പോ അവന്റെ വായിൽ നിന്നല്ല, എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാനതിനെ എടുത്തു മാറ്റിയത് എന്ന് പറഞ്ഞ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഉറപ്പില്ലാണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ആളുകളുണ്ട്. അതിലെ കാര്യമില്ലാട്ടോ, കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ദുആ നടത്തുന്ന ആളുകള്, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. വഅൻതും മുഖിനൂന ബിൽ ഇജാബ, ഉറപ്പായും അല്ലാഹു ഉത്തരം നൽകുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ. നമ്മളങ്ങനെ കുട്ടികളെ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ കടുത്ത ചൂടില്ലേ, മഴയുടെ പ്രയാസം, തീരെ മഴ കിട്ടാതെ പ്രയാസപ്പെടുമ്പോ ആളുകളൊക്കെ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഒരു കൊട കയ്യിൽ പിടിച്ചിട്ട് മഴയ്ക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കണം. ഒരു ചെറിയൊരു മോന്റെ കയ്യിൽ മാത്രം ഒരു കൊട കണ്ടപ്പോ അത് കുട്ടികളോടൊരു പാഠമായി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആ കുട്ടികളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഞാൻ പോണത് എന്തിനാണ്? മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്. എന്റെ അല്ലാഹ് എനിക്ക് മഴ തരും, തിരിച്ചു വീട്ടിലേക്ക് പോകണമെങ്കിൽ കൊട വേണമെന്നൊരു വിശ്വാസം. അങ്ങനെ ദൃഢമായി അല്ലാഹ് എന്റെ റബ്ബ് തന്നിരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ റബ്ബിനോട് ചോദിക്കാൻ. വഅലമു അന്നല്ലാഹ ലാ യസ്തജീബ് ദുആ, അല്ലാഹു തആല ഒരു ദുആയിനും ഉത്തരം നൽകില്ല. മിൻ ഖൽബിൻ ആഫിലില്ലാഹിൻ, അലസമായ അശ്രദ്ധമായ ഒരു ദുആയിനും അല്ലാഹു തആല ഉത്തരം നൽകില്ല എന്നാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്റെ റബ്ബ് തന്നിരിക്കുമെന്ന ബോധ്യത്തോടുകൂടെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ അനാവശ്യമായ ധൃതികള് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പക്കപ്പ കിട്ടണം എന്നുള്ള രൂപത്തിലൂടെ ധൃതി കാണിക്കുന്ന പ്രാർത്ഥനകളില്ലേ, കാര്യമില്ല. കാരണം നിങ്ങൾ നോക്ക്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം ബുഖാരിയിലെ, ഇസ്തജാബ ലി അഹദികും മാ ലം യഅജൽ, അവൻ ധൃതി കാണിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു ഇജാബത്ത് നൽകുന്നവനാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ദഅഉതു ഫലം യസ്തജീബു ലീ, ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹ് എനിക്ക് ഉത്തരം തന്നില്ല എന്ന് നീ പറയാൻ പാടില്ല. കുറെ പടച്ചവനോട് പറയണേ, അല്ലാഹ് എനിക്ക് അതിന് ഉത്തരം നൽകണില്ല എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. കാരണം എന്താ അറിയോ, ഈ ധൃതി കാണിക്കുന്ന ആളുകളാണ് പടച്ചോനെ വിട്ടിട്ട് നേരെ പടപ്പുകളിലേക്ക് പോവാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിവാഹം കഴിഞ്ഞു, മക്കളുണ്ടാവണില്ല, കുറച്ചു കാലം അള്ളാഹിനോട് പറഞ്ഞു, ഇല്ല. ഇന്ന് എളുപ്പ വഴിയാണ് അള്ളാന്റെ പടപ്പുകളിലേക്ക് തിരിയാനുള്ള. ഇന്ന സ്ഥലത്ത് പോയോക്ക്, ഇന്നാളടുത്ത് പോയോക്ക്, ചികിത്സക്കല്ലേ പറയണേ. മന്ത്രവാദത്തിനും ജ്യോത്സ്യന്മാരുടെ കണക്ക് നോക്കുന്ന ഈ ഇസ്ലാമിക് ജ്യോതിഷം എന്ന് പറയുന്ന ആളുകളുടെ അടുക്കലേക്കും ഒക്കെ മനുഷ്യന്മാരിങ്ങനെ തിരിയാൻ തുടങ്ങാൻ. പുത്തരിപ്പാടത്തെ വള്ളിക്ക് മേലെ തൊട്ടിലി കെട്ടിക്കിടക്കുന്നവർ, പഴനിയാർപാളയത്ത് വേപ്പുമരത്തിന്റെ താഴെ, അതുപോലെ തന്നെ പാമ്പിന് മുട്ട കൊടുക്കുന്നവർ, മക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് വേരിന്റെ മേലെ ഈത്തപ്പഴം ചീരണി വെക്കുന്നവർ,
തീപ്പെട്ടിയും കാജാബീഡിയും കൊടുക്കുന്നവർ, വെറ്റില വെക്കുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കാൻ ഒക്കെ ഒരു കുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള നിങ്ങളതൊക്കെ എളുപ്പ വഴികളിലേക്ക് മനുഷ്യർ ധൃതി കാണിക്കുകയാണ്. അള്ളാന്റെ നബിമാരല്ലേ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവർ. നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ, ഖുർആനിലെ സൂറത്ത് അംബിയ 21-ാം അധ്യായം 83-ാമത്തെ ആയത്ത്, وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. അയ്യൂബ് നബി അള്ളാഹിനോട് പറയുന്നുണ്ട്, റബ്ബേ എനിക്കാകെ പ്രയാസം ബാധിച്ചിരിക്കുന്നു അല്ലാ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനല്ലേ അല്ലാ. എന്ന ആയത്തിന്റെ തഫ്സീർ നോക്ക്. 13 വർഷം, 15 വർഷം, 18 വർഷമാണ് എന്ന് വരെ തഫ്സീറുകളിലൂടെ കാണാം. ശരീരത്തിന്റെ എല്ലിൽ നിന്ന് മാംസം ഇങ്ങനെ ഉതിർന്നു വീഴുന്ന രോഗം വന്ന് അള്ളാഹുവിനോട് ഒരു നബി, ഒരു പ്രവാചകൻ നിരന്തരമായി പറഞ്ഞത് 18 വരെ വർഷങ്ങളാണ് എന്നാൽ ദമസ്കസ് കൊട്ടാരത്തിന്റെ രാജകുമാരന് തെരുവിലൂടെ കഴിയേണ്ടിവരാണ്. ഒരു കൊട്ടാരത്തിൽ വളർന്ന ആള് തെരുവിലൂടെ കഴിയേണ്ടിവരാണ്. ഒരു തുള്ളി ദാഹജലം കൊടുക്കാതെ പകർച്ചവ്യാധി എന്ന് പറഞ്ഞ ആളുകൾ ആട്ടിവിടാണ്. അതിനിടയിൽ മക്കൾ മരിച്ചു പോവാണ്. ഒരു ഭാര്യ ഒഴികെ മറ്റു ഭാര്യമാർ ഇവിടെ പറഞ്ഞു പോവാണ്. എന്നിട്ടും അള്ളാഹുവിനോട് നന്ദികേടിന്റെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. നീ കരുണ ചെയ്യുന്നവരില് ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനല്ലേ റബ്ബേ, എനിക്കാകെ പ്രയാസം ബാധിച്ചിട്ടുണ്ടല്ലോ എന്ന് അയ്യൂബ് നബി പറയുമ്പോ ഒരു നബി പറഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ, അതിനപ്പുറം ധൃതി കാണിക്കുന്നവരായി മാറണ്ട. പ്രായാധിക്യത്തിന്റെ മൂർധന്യാവസ്ഥയില് മുടി നരച്ചുപോയി, എല്ല് ദുർബലമായി, ഭാര്യ വയോവന്നികയായി, എന്റെ ഭാര്യ ഒരു വന്നികയാണ്, എന്നിട്ടും വലമ്മകുൻ ബിദുആഇക റബ്ബി ശഖിയ, എന്റെ റബ്ബേ നിന്നോട് ദുആ ചെയ്ത് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടിട്ടില്ല റബ്ബേ. 19-ാം അധ്യായം സൂറത്ത് മറിയം തുടക്ക ഭാഗത്തിലൂടെ കാണാം. സക്കരിയ നബിയാണ്. അവർക്ക് വേദനകളില്ലേ, അവർക്ക് സങ്കടങ്ങളില്ലേ, പക്ഷേ നിരന്തരമായ ഒരു കാര്യത്തിന് ആവർത്തിച്ച് അള്ളാഹിനോട് ചോദിച്ച് ക്ഷമയോടെ നേരിട്ട് അള്ളാഹിന്റെ പടപ്പുകളിലേക്ക് തിരിയാതെ, ധൃതി കാണിക്കാതെ, അള്ളാഹുവിനോടൊരു നന്ദികേടിന്റെ വാക്ക് പറയാതെ, അവിടെയാ പ്രിയമുള്ളവരെ പ്രാർത്ഥനയുടെ മാനദണ്ഡങ്ങൾ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ഒരിക്കലും ധൃതി കാണിക്കുന്നവരായി മാറരുത്. അതുപോലെ തന്നെ തെറ്റായ കാര്യത്തിനു വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അതിനുത്തരം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഹറാമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത്. ഒരു പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലും ഹറാമായ ആഗ്രഹങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ നോക്ക്, ലോട്ടറി എടുക്കുക, ഇസ്ലാമിലെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ വെച്ചുകൊണ്ട് തന്നെ ഹറാം എന്ന് പറയുന്നതാണ്. അത് അടിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. അത് കിട്ടുകയാണെങ്കിൽ, ഇന്ന് ഇത് പറയുന്നൊന്നും വെറുതെ അല്ല. മുസ്ലിം സമൂഹത്തിൽ ഒരു ഭൂരിപക്ഷം ആളുകളുടെ വിശ്വാസം അത് കറകളഞ്ഞാൽ ബാക്കി ഹലാലാണെന്നാണ്. എന്തീ കറകളയാന്ന് പറഞ്ഞാൽ, എന്താ കറകളയാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കുറെ ആളുകൾക്ക് കൊടുത്ത് ശുദ്ധീകരിക്കാൻ പറ്റുമെന്ന വിശ്വാസം പേറുന്ന മുസ്ലിങ്ങൾ വരെ സമൂഹത്തിനിടയിലുണ്ട്. അതിനു വേണ്ടിയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രതികാര നടപടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരാളെ കൈയോടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ മരിപ്പിക്കണേ അല്ലാന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഇസ്ലാമിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ആ മനുഷ്യന് സൽബുദ്ധി കൊടുക്കാനും ഹിദായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക നന്മയുടെ മനസ്സാൽ. രണ്ടാമത്തെ മേഖല, ഇനി ഒരുപക്ഷെ നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ തത്തുല്യമായ മേഖലയിൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതിന്റെ പരിധി ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. അയാൾ നശിക്കണേ, അയാൾ ഇല്ലാണ്ടായി പോകണേ എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുന്ന മാനദണ്ഡങ്ങൾ ശരിയല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞതായി, മാമിൻ മുസ്ലിമീൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിആ, കുടുംബബന്ധം മുറിച്ചു കളയലില്ലാത്ത, ഒരു പാപങ്ങളുമില്ലാത്ത അടിമ നടത്തുന്ന പ്രാർത്ഥനയുണ്ടോ? ഇല്ലാ അതാഹു ബിഹാ, അത് അല്ലാഹു കൊടുത്തിട്ടല്ലാതെ ഇല്ല. മൂന്നാലൊരു രീതിയിൽ അല്ലാഹു ഉത്തരം കൊടുക്കുന്നതാണ്. ഒന്നുകിൽ ചോദിച്ച കാര്യം നേർക്കുനേരെ അല്ലാഹു കൊടുക്കും, അല്ലെങ്കിൽ അയ്യദ്ദഖറഹു ഇലൽ ആഖിറ, പരലോകത്തേക്ക് മാറ്റിവെച്ചിട്ട് അല്ലാഹു ഉത്തരം നൽകും. അല്ലെങ്കിൽ അതിനെ സർഫ് ചെയ്യുന്ന മറ്റൊരു വഴിയിലേക്ക് അല്ലാഹു തിരിച്ചുവിട്ടിട്ട്
അള്ളാഹു നമുക്ക് ഉത്തരം നൽകുന്ന. നമ്മൾ അള്ളാഹിനോട് ചോദിച്ചത് രോഗം മാറ്റി തരാനാണ്. പക്ഷെ അള്ളാഹു തആല നമുക്ക് നൽകുന്ന ഒരുപക്ഷെ അത് പരലോകത്തേക്ക് മാറ്റിവെച്ചിട്ടാവാം. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹു കണക്കാക്കിയ ഒരു ആക്സിഡന്റിനെ തന്നെ ഇല്ലായ്മ ചെയ്തിട്ടായിരിക്കാം അള്ളാഹു ഉത്തരം നൽകുന്നത്. ഇത് കേട്ടപ്പോ സഹാബത്ത് പറഞ്ഞു, ഇതെന്നെ കസൂർ എങ്കിൽ ഞങ്ങൾ അധികരിപ്പിച്ച് അള്ളാഹിനോട് ചോദിക്കുന്നതാണ്. മുത്തനബി പറഞ്ഞു, വല്ലാഹു അക്സർ, അള്ളാഹു നിങ്ങൾക്ക് അധികരിപ്പിച്ച് നൽകുന്നവനാണ്. അതുകൊണ്ട് കുടുംബ ബന്ധം മുറിക്കണ വിഷയത്തിലെ, അതുപോലെ തന്നെ പാപങ്ങളുടെ വിഷയത്തിൽ, ഇതിലൊന്നും തിന്മകളുടെ മേഖലയിൽ നമ്മൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ അടുത്ത വിഷയം പറഞ്ഞത്, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇല്ലെങ്കിൽ അള്ളാഹു ഉത്തരം നൽകില്ല എന്നാണ്. പക്ഷെ അതിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകള് സ്വഹീഹായ ഹദീസ് അല്ലാത്തത് കൊണ്ട്, പക്ഷെ അങ്ങനെ ഒരു മാനദണ്ഡം അതിന്റെ വിശദീകരണത്തിൽ അവർ പറയുന്നുണ്ട്. ഒരു സമൂഹം മുഴുവൻ അങ്ങനെയാണെങ്കിൽ ആ സമൂഹത്തിന്റെ ദുആഇന് ഒരുപക്ഷെ അല്ലാഹു തആല ഇജാബത്ത് കൊടുക്കില്ല എന്നാണ്. ഒരു വ്യക്തി അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇജാബത്ത് കൊടുക്കില്ല എന്നാണ്. അല്ലാഹു അഅലം. പക്ഷെ ഒന്നുറപ്പാണ്, നമ്മളുടെ മേൽ ബാധ്യതയാണ് സമൂഹത്തിനോട് നന്മ പറഞ്ഞു കൊടുക്കലും തിന്മ വിരോധിക്കലും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആപത്തും സങ്കടം ഉണ്ടാവുമ്പോൾ മാത്രം അല്ലാഹനെ വിളിക്കണ ആളുകൾ, അത് ശരിയല്ല. പ്രതീക്ഷയുടെ, സന്തോഷത്തിന്റെ ആ മേഖലകളിലും അല്ലാഹനെ വിളിക്കണം എന്നുള്ളതാണ്. തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫ്ക ഫിശ്ശിജ്ജ. നിനക്ക് നല്ല സന്തോഷം ഉണ്ടാവുന്ന സന്ദർഭത്തിൽ നീ അല്ലാഹനെ അറിഞ്ഞു ജീവിച്ചാൽ പ്രയാസത്തിലും അവൻ നിന്നെ അറിയുന്ന, എപ്പോഴും അല്ലാഹനോട് പറയുന്ന, തസ്ബീഹ് ചെല്ലുന്ന, അവനോട് ഇസ്തിഗ്ഫാറുകൾ നടത്തുന്ന അടിമകളാണെങ്കിൽ, യൂനുസ് അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങുമ്പോ അല്ലാഹ് പറഞ്ഞൊരു വാക്കില്ലേ, ആ യൂനുസ് എന്നെ തസ്ബീഹ് ചെല്ലുന്ന ആളല്ലായിരുന്നുവെങ്കിൽ ലനുബിദ ബിൽ അറാ, പാഴ്ഭൂമിയിൽ കൊണ്ടുപോയി യൂനുസിനെ ഞാൻ തള്ളുമായിരുന്നു. ഞാൻ അള്ളാഹുവിന്റെ അർശിനെ വലയം ചെയ്യുമാറ് ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന, യൂനുസിന്റെ പ്രാർത്ഥന, അതില്ലായിരുന്നുവെങ്കിൽ, ആ യൂനുസ് എങ്ങാനും എന്നെ തസ്ബീഹ് ചെല്ലുന്ന ആളല്ലായിരുന്നുവെങ്കിൽ, കണ്ടോ, ആപത്ത് വന്നപ്പോ മാത്രമല്ല എല്ലാ സമയത്തും അല്ലാഹനെ വിളിച്ചിരുന്ന ആളുകളാണ് നമ്മളിലുണ്ടാവണമെന്നുള്ളതാണ്. നമ്മളിലുണ്ടാവണം ആ ഒരു മനസ്സ്, അല്ലാഹനെ വിളിക്കാൻ, അള്ളാഹുവിനോട് പറയാൻ, അവൻ ഉത്തരം നൽകാൻ സന്നദ്ധനാണ്. പ്രിയമുള്ളവരെ, ചോദിച്ചാ പോരെ, ചോദിച്ചാ മതി, അവൻ ഉത്തരം നൽകുമെന്ന പ്രതീക്ഷയോടുകൂടെ നമ്മൾ അള്ളാഹുവിനോട് പറയാ. അതിലൊരിക്കലും ഒരു വീഴ്ച വരരുത്, ചോദ്യങ്ങൾ ഒരിക്കലും കുറക്കരുത് എന്നുള്ളതാണ്. ഏത് സമയവും അള്ളാഹു സന്നദ്ധനാണ്, രാവും പകലും അള്ളാഹു തആല സന്നദ്ധനാണ്. നമ്മൾ പറഞ്ഞു അള്ളാഹിനോട്, മനസാക്ഷിയോട് നമ്മൾ ചോദിച്ചാൽ മതി. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് പറയും ഇനി ദൈവത്തോട് പറഞ്ഞോന്ന്, അത് അവരുടെ ഭാഷയാണ്, നമുക്ക് അവിടെ അല്ല പറയാനുള്ളേ, ആദ്യം മുതലേ പറയാനുണ്ട്. മരുന്ന് ഡോക്ടർക്ക് കുറിക്കാം, നമുക്കത് കഴിക്കാം, പക്ഷെ ശിഫ തരുന്നവൻ ആരാണ്? വൈദാ മരിൽതു ഫഹു യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ ശിഫ തരുന്നവൻ അല്ലാഹുവാൻ. നമ്മളുടെ ഹദീസുകൾ വന്ന ചില പ്രയോഗങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തില്ലേ? അമ്മ ഹുസനെ, അല്ലെ, നോക്ക് നിങ്ങൾ, അമ്മ സംഭവിച്ചു പോയ കാര്യങ്ങളിലുള്ള വേദനകൾ, ഇന്ന് അലട്ടുന്ന സങ്കടങ്ങൾ, നാളെ വരാനിരിക്കുന്നതിനെ പറ്റിയുള്ള ഭയപ്പാടുകൾ ഒക്കെ കേൾക്കുന്നവൻ, ഒക്കെ അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാൻ. എത്ര വലിയ പ്രയാസങ്ങളും ഒന്നുമല്ലാതെ അരിച്ചു കളയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാൻ. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തെ തണുപ്പിച്ചവൻ, ചെങ്കടലിനെ പിളർത്തിക്കൊടുത്തവൻ, ബദറിന്റെ രണഭൂമിയിൽ മലായിക്കത്തുകൾ ഇറക്കിയവൻ, ഗുഹയിൽ അകപ്പെട്ട ആളുകളോട് അതിന്റെ പാറയെ നീക്കിക്കൊടുത്തവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാൻ. ആ റബ്ബ് ഹയ്യാണ്, ആ റബ്ബ് ഖയ്യൂമാണ്. പറയാനുള്ള, അവനിലേക്ക് അടുക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പ്രാർത്ഥനയിൽ ഒരിക്കലും അതിര് കടക്കുന്നൊരു പ്രവണത ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉദുഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, നല്ല വിനയത്തോടെ സ്വകാര്യമായിട്ട് അള്ളാഹിനോട് പറയാം. എന്നിട്ട് ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദിൻ, അതിര് കവിയുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല.
അതിര് കവിയാന്ന് പറഞ്ഞാൽ അലമുറയിട്ട് പറയാം, ചോദ്യങ്ങൾ അനാവശ്യമായിട്ട് അധികരിപ്പിച്ച് പറയാം. ഉദാഹരണത്തിന് അബ്ദുല്ലാഹ് ബിൻ മുഅഫ്ഫൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൻ ദുആ ചെയ്യുന്നത് ഇങ്ങനെ കേൾക്കാൻ. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഖസ്റൽ അബിയദ്, അല്ലാഹുവേ നിന്നോട് ഞാനൊരു വെള്ളക്കൊട്ടാരത്തെ ചോദിക്കുന്നുണ്ട്. അൻ യമീനിൽ ജന്ന ഇദാ ദഖൽതുഹാ, എന്നെ നീ സ്വർഗ്ഗത്തെ പ്രവേശിപ്പിക്കുമ്പോൾ സ്വർഗ്ഗത്തിന്റെ വലതുഭാഗത്ത് തന്നെ എനിക്കൊരു വെള്ളക്കൊട്ടാരം തരണം എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ബിൻ മുഅഫ്ഫൽ റളിയല്ലാഹുവിന്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബനയ്യ സലില്ലാഹൽ ജന്ന, അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കുക. വതഅവ്വദ് ബിഹി മിനൻ നാർ, അവനോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുക. ഫഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നഹു സയകൂനു ഫി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും, ഖൗമുൻ, ഒരു ജനത, യഅ്തദൂന ഫി തുഹൂരി വദ്ദുആ, ശുദ്ധിയിലും പ്രാർത്ഥനയിലും അതിര് കവിയുന്ന ഒരു ജനത കടന്നു വരുന്നാൽ അള്ളാഹിനോട് സ്വർഗം ചോദിക്കാം, സ്വർഗത്തിലെ ഫിർദൗസ് ചോദിക്കാം, ഉന്നതമായ സ്വർഗം അള്ളാഹിനോട് ചോദിക്കാം. സ്വർഗത്തിൽ എനിക്ക് ആ കൊട്ടാരം തരണേ, സ്വർഗത്തിൽ അവിടെ ഇന്ന പഴം തരണേ. ഇന്ന് ദുആ സമ്മേളനങ്ങൾ, ദുആ മജ്ലിസുകൾ, ആത്മീയ മജ്ലിസുകൾ എന്ന പേരൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാസമൊപ്പിച്ച് നീട്ടി ശൈലി പിടിക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ മണിക്കൂർ, 1.5 മണിക്കൂറിന്റെ ദുആ, 2 മണിക്കൂറിന്റെ ദുആ എന്നൊക്കെ പറഞ്ഞ് ആ അതിര് കവിയുന്ന സ്വഭാവം ഉമ്മത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനകളെ ശ്രദ്ധിക്കുക. അള്ളാഹുവിനോട് അടിമക്കടുക്കാൻ കഴിയാവുന്ന ഏതൊരു ആരാധനയിലും കേന്ദ്രമായി കിടക്കുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്കാരത്മാവട്ടെ, ഏത് ഇബാദത്താവട്ടെ, മുഴുവൻ പ്രാർത്ഥനകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരൊറ്റ കാര്യം കൂടെ ഓർമ്മപ്പെടുത്താൻ, അവധിക്കാലമാണ്. കഴിഞ്ഞ ഖുതുബ അവധിക്കാലത്ത് മക്കളെ ശ്രദ്ധിക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്കൂൾ ടൈമുകളിലൊക്കെ മക്കള് ഒരു ടൈം മദ്രസയാണ്, ഒരു ടൈം സ്കൂളിലാണ്, മറ്റൊരു ടൈം ട്യൂഷനിലാണ്. കുറച്ച് സമയം മാത്രം പേരൻസിന്റെ കയ്യിൽ കിട്ടുന്നത്. ഒരുപക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിൽ അവരുടെ ചെയ്തികളൊക്കെ ഇത്തിരി കൂടും. സ്വാഭാവികമായിട്ട് നമുക്കൊരു തലവേദന ഉണ്ടാക്കുന്ന രൂപത്തിലൊക്കെ ചിന്തകൾ വരും. നമ്മളുടെ നാവ് ഒരുപക്ഷെ ഓപ്പോസിറ്റായിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കുറച്ച് ഗൗരവമുണ്ട്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്, അള്ളാഹു ഉറപ്പായും ഉത്തരം നൽകുന്ന പ്രാർത്ഥന പറഞ്ഞപ്പോ 2 പദം മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ട്. ദഅവത്തുൽ വാലിദി അലാ വലദി, മറ്റൊരു ഹദീസില് ദഅവത്തുൽ വാലിദി ലിവലദിഹി. എന്താ അർത്ഥം എന്നറിയോ? ഒരു പേരന്റിന്റെ ദുആ വരാൻ, അലാ വലദിഹി, തന്റെ സന്താനത്തിനെതിരെ മാതാപിതാക്കളുടെ പ്രാർത്ഥന വന്നാൽ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നാൻ. അവൻ നശിക്കട്ടെ എന്നോ ഗുണം പിടിക്കില്ല എന്നോ അങ്ങനെയൊക്കെ നമ്മൾ ദുആ ചെയ്താൽ ഒരുപക്ഷെ അള്ളാഹു തആല ഉത്തരം നൽകുന്നാൻ. മറ്റൊരു ഹദീസ് പറഞ്ഞ ദഅവത്തുൽ വാലിദി ലിവലദിഹി, അവന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്നാൻ. അപ്പൊ പ്രാർത്ഥനകൾ അനുകൂലമായി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. സൽബുദ്ധി കൊടുക്കാൻ, നല്ല ബുദ്ധി കൊടുക്കാൻ, അവരെ ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കി മാറ്റാൻ. ഇന്നത്തെ ഹറമിന്റെ ചീഫ് ഇമാം സുദൈസ്, അദ്ദേഹത്തിന്റെ ആത്മകുറിപ്പിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് കുറുമ്പ് കാട്ടുമ്പോ ഉമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നാൻ, ഇവനെ ഹറമിലെ ഇമാമാക്കണേ. ചെറിയ കുട്ടിയാവണ കാലത്ത് നിങ്ങൾ നോക്ക്, അതാണെന്നല്ല പറയണത്. പക്ഷേ എപ്പോഴും നമ്മുടെ മക്കളുടെ നന്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അവരെ നശിക്കാൻ വേണ്ടി. കാരണം ഇത് രണ്ടും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ വഴിയിലൂടെ കൊച്ചിയിൽ നിന്ന് ഒരു അരി കച്ചവടവുമായിട്ട് ഈ വഴിയിൽ യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ പലപ്പോഴും വെള്ളിയാഴ്ചകളിൽ നമ്മുടെ പള്ളിയിലാണ് ജുമാക്ക് വരാറുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വടക്കേക്കാട് വെച്ചൊരു ബൈക്ക് ആക്സിഡന്റിൽ പരിക്കുപറ്റി അദ്ദേഹത്തിന്റെ വീട്ടിലാണുള്ളത്. മാരകമായ പ്രയാസങ്ങളൊന്നുമില്ലെങ്കിലും കുറച്ചു ദിവസം ജോലി ചെയ്യാൻ ഉപജീവനത്തിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിലൂടെയുള്ള പ്രയാസങ്ങൾ സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് ഷിഫ ആജിൽ അള്ളാഹു നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരു 2 വർഷം മുമ്പ് ഇതേ മെമ്പറിൽ നമ്മൾ ദുആ ചെയ്ത ഒരു സഹോദരനെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ന് കീമോ ഇല്ലാതെ അള്ളാഹു സുഖം പ്രാപിപ്പിച്ചതാണ്. രണ്ടാമത് വീണ്ടും അതിന്റെ ചെറിയൊരു ഗ്രോത്ത് കണ്ട് വീണ്ടും അതിനെ ഡയഗ്നോസ് ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് ഒരുപക്ഷെ കീമോയുടെ അളവ് എത്ര വേണമെന്ന് മാത്രമേ നിർണ്ണയിക്കാനുള്ളൂ എന്നൊരു സാഹചര്യത്തിലാണ് ആ കുടുംബമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും അള്ളാഹു തആല ഷിഫ ആജിൽ അള്ളാഹു നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
ഇവിടെയും ഏകദേശം 2 വെള്ളിയാഴ്ചയോളം ഇവിടെയും ജുമാക്ക് പങ്കെടുത്തൊരു സഹോദരൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേ മെമ്പറിൽ നമ്മുടെ ഒരു ആദർശ സഹോദരൻ പെയിന്റ് പണിക്കിടെ ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് താഴെ വീണ് നമ്മൾ ദുആ ചെയ്തിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹവും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞതാണ്. ആ സഹോദരൻ അല്ലാഹു തആല മഅഫറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശേഷ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഓരോ കോണിൽ നോക്കുമ്പോഴും ഈ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ കാലത്തിനിടയിൽ നമ്മളോട് വിട പറഞ്ഞു പോയ ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹുവേ മഅഫറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في جميع بلادنا. اللهم انصر إخواننا المسلمين المضاعف المجاهدين في فلسطين وفي رفاه وفي غزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.